വൈറ്റമിൻ B12 അടങ്ങിയിരിക്കുന്ന പ്രധാന ഭക്ഷണങ്ങൾ ആനിമൽ പ്രോട്ടീൻസ് ആണ്, ഓർഗൻ മീറ്റ്, അതുപോലെ തന്നെ ചെറു മത്സ്യങ്ങൾ, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, പാല്, പശുവിന്റെ നെയ്യ്, അധികം പുളിയില്ലാത്ത തൈര്, മോര്, ബട്ടർ, ഘീ, ഇതിലെല്ലാം വൈറ്റമിൻ B12 പ്രസൻസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഭക്ഷണത്തിലൂടെ നമുക്ക് ഈ ഒരു വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. വെജിറ്റേറിയൻസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആനിമൽ പ്രോട്ടീൻസ് വഴി അവരുടെ വൈറ്റമിൻ B12 ഒരു ഡെഫിഷ്യൻസി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആളുകൾ ഫോർട്ടിഫൈഡ് മിൽക്കുകൾ, സോയ മിൽക്ക്, അതുപോലെ തന്നെ കോക്കനട്ടിന്റെ ഒക്കെ ഫോർട്ടിഫൈഡ് മിൽക്കുകൾ വാങ്ങിക്കാൻ കിട്ടും. ഇതെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ പാല്, അധികം പുളിയില്ലാത്ത തൈര്, പുളിപ്പിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ, ദോശ ഇഡ്ഡലി പോലെയുള്ള പുളിപ്പിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇതെല്ലാം കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതിലെല്ലാം വൈറ്റമിൻ B12 പ്രസൻസ് ധാരാളമുണ്ട്. അതുവഴിയും നമുക്ക് ഈ ഒരു വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അധികം പുളിയില്ലാത്ത തൈര്, മോര്, പുളിപ്പിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ, ദോശ ഇഡ്ഡലി പോലെയുള്ള പുളിപ്പിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇവയിലെല്ലാം പ്രൊബയോട്ടിക്സിന്റെ പ്രസൻസ് ധാരാളമുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗട്ട് ഹെൽത്ത് കൂടുതലായിട്ട് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. വൈറ്റമിൻ B12 ഇംപ്രൂവ്മെന്റിനുള്ള മെഡിസിൻസിനോടൊപ്പം ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക, മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു അവസ്ഥയെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ.